11ാം ആഴ്ചയിലെ ബിഗ് ബോസ് സീസൺ 6 വാശിയേറിയ പോരാട്ടമാണ് നടന്നിരിക്കുന്നത്. വോട്ടിംഗ് യുദ്ധം. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നാണ് നോക്കാം. വോട്ടിംഗ് നമുക്ക് കറക്റ്റ് നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ചാണ് നമ്മൾ വോട്ടിംഗ് ഇടുന്നത്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, വേറെ ഒന്നുമല്ല, ഞാൻ ഇടുന്ന വോട്ടിംഗ് അപ്ഡേറ്റിൻ്റെ അടി വന്നിട്ട് കുറേ എണ്ണം വന്ന് പറയുന്നുണ്ട് ഞാൻ ജാസ്മിൻ്റെ PR ആണ്, ജാസ്മിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് തുടങ്ങിയ ചാനലാണ്, ആരും സബ്സ്ക്രൈബ് ചെയ്യില്ല, നമുക്കൊരു കുറേ എണ്ണം ജാസ്മിൻ ഫാൻസ് വന്ന് കയറുന്നുണ്ട്. ഞാൻ ഒരു കാര്യം ഞാൻ എല്ലാ വീട്ടിലും പറയുന്നുണ്ട്, ഞാൻ ജാസ്മിൻ ഫാൻ അല്ല. ഒന്നാമത്തെ കാര്യം, ഈ വോട്ടിങ്ങിൽ വന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ ഏതെങ്കിലും യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ക്രോമോ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിലുള്ള എന്തെങ്കിലും വെബ്സൈറ്റിൽ പോയി സെർച്ച് ചെയ്ത് നോക്കുക. ബിഗ് ബോസ് സീസൺ 6 11ാം ആഴ്ചയിലെ വോട്ടിംഗ് റിസൾട്ട് ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് നോക്കിയാൽ മനസ്സിലാവും. ഈ സെയിം വോട്ടിംഗ് പാറ്റേൺ തന്നെയായിരിക്കും, പൊസിഷൻ സെയിം തന്നെയായിരിക്കും. പിന്നെ വോട്ടിങ്ങിൽ ചെറിയ 300-400 വോട്ടിങ് ചിലപ്പോൾ കുറഞ്ഞും കൂടിയൊക്കെ വരാം. എൻ്റെ ഉള്ളിനേക്കാളും കുറച്ച് 300 വോട്ട്സ് മാറി മറക്കുക, അത് ഓരോ അപ്ഡേറ്റ് ചെയ്ത് തന്നെയല്ലേ. അല്ലാണ്ട് പൊസിഷൻസ് നോക്കിയാൽ എല്ലാം സെയിം തന്നെ ആയിരിക്കും. നിങ്ങൾ ഏത് ചാനലോ ഏത് യൂട്യൂബിനെ ഇവിടെ വരെ നോക്കിക്കും, പൊസിഷൻസ് എല്ലാം സെയിം ആയിരിക്കും. കുറേ ജാസ്മിൻ ഫാൻസ് വന്ന് എൻ്റെ അടുത്ത് ഒന്ന് പറയുന്നത് ഞാൻ ഫാനാണ്. ഒന്നത് ഞാൻ ഒരിക്കലും ഫാനല്ല. നിങ്ങൾ വേറെ ആരെങ്കിലും പേര് പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ ജാസ്മിൻ്റെ പേര് എനിക്കൊട്ട് താല്പര്യമില്ല. ജാസ്മിൻ എന്ന ആളോട് താല്പര്യമില്ല, ഒന്നധികം താല്പര്യമില്ല എനിക്ക്. പുള്ളിക്കാരോട് ഗെയിമും പിന്നെ കുഴപ്പമില്ല, ക്യാരക്ടറോട് താല്പര്യമില്ല. അങ്ങനത്തെ ആളെ എന്നാ ഫാനാന്ന് പറയും. നിങ്ങൾ വേറെ വല്ല ആരെങ്കിലും പറഞ്ഞ രസമുണ്ട്. ഞാൻ അത് കൂടുതലും പറയല, വോട്ടിംഗ് അപ്ഡേറ്റിലേക്ക് പോകാൻ. ഞാൻ ഈ കുറേ പേര് ഈ വോട്ടിംഗ് ഇടുമ്പോൾ അടി വന്ന് പറയുന്നത് കൊണ്ട് മാത്രം പറഞ്ഞ് നമുക്ക് വോട്ടിംഗ് അപ്ഡേറ്റിലേക്ക് പോകാം. അപ്പോൾ ഒന്നാം സ്ഥാനം നമ്മൾ ജിൻഡോനെയാണ്. 58,768 വോട്ടോടെ ഒന്നാം സ്ഥാനം ജിൻഡോ നേടിയിരിക്കുന്നു. ജിൻഡോക്ക് ഒരു മാറ്റമില്ല, കോടി വന്നെന്നുള്ള വേറെ മാറ്റമൊന്നുമില്ല. രണ്ടാം സ്ഥാനം നോക്കുമ്പോൾ ശ്രീധുവാണ്. ശ്രീധുവിന് വോട്ട് ഇപ്പോൾ കയറി വരുന്നുണ്ട്. 52,994 വോട്ടോടെ ശ്രീധു രണ്ടാം സ്ഥാനത്ത് നേടിക്കുന്നു. മൂന്നാം സ്ഥാനം ഇവിടെ ജാസ്മിനാണ്. 52,643 വോട്ടോടെ മൂന്നാം സ്ഥാനം ജാസ്മിൻ നേടിയിരിക്കുന്നു. നാലാം സ്ഥാനം വരുമ്പോൾ അവിടെ അർജുനാണ്. അർജുൻ 46,802 വോട്ടോടെയാണ് അർജുൻ നാലാം സ്ഥാനം. അർജുൻ ഇപ്പോൾ നല്ല മുന്നേറ്റം തന്നെയാണ്. അർജുൻ നല്ലപോലെ കയറി വരുന്നുണ്ട്. അഞ്ചാം സ്ഥാനം വരുമ്പോൾ അവിടെ ഋഷിയാണ്. 45,537 വോട്ടോടെ അഞ്ചാം സ്ഥാനം ഋഷി തന്നെയാണ്. ആറാം സ്ഥാനം നോക്കുമ്പോൾ അപ്സരയാണ്. അപ്സര കയറി വന്നിട്ടുണ്ട്. നേരത്തെ 7ാം സ്ഥാനം അപ്സര ഇപ്പോൾ 6ാം സ്ഥാനത്ത് കയറി വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഏറ്റവും പ്രശ്നം വെച്ചാൽ 7ാം സ്ഥാനത്ത് വന്ന അഭിഷേക് 42,169 വോട്ടോടെ 7ാം സ്ഥാനത്ത് അഭിഷേക് പിന്തള്ളപ്പെട്ടിരിക്കും. പക്ഷേ വലിയ വ്യത്യാസമില്ല, ഒരു 200 വോട്ട് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആകെ 200-300 വോട്ട് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആകെ അഭിഷേക് കയറാൻ പറയാം. പക്ഷെ അഭിഷേക് ഇപ്പോൾ ഉള്ളത് 7ാം സ്ഥാനത്താണ്. അത് 8ാം സ്ഥാനത്തേക്ക് വന്ന ഡേഞ്ചർ സോണാണ്. ഇപ്രാവശ്യം ഡബിൾ എവിക്ഷൻ ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഡബിൾ എവിക്ഷൻ ഉണ്ടെങ്കിൽ അൻസിബ കയറി അഭിഷേക് ഇറങ്ങി വന്ന അഭിഷേക് ഡേഞ്ചറിലേക്ക് പോകും. റസ്മിന് ഇപ്പോൾ ഒരുവിധം കൺഫേം തന്നെയാണ്, ഈ വീക്കിൽ പോകാൻ നല്ല ചാൻസ് ഉണ്ട്. റസ്മിനാണ് 9ാം സ്ഥാനം വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ റസ്മിൻ്റെ ആ ക്യാരക്ടറും ഈ കഴിഞ്ഞ വീക്കിൽ കാണിച്ച ഫിസിക്കൽ അസോൾട്ട് കാരണം ബിഗ് ബോസ് ശിക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് നാട്ടുകാരെന്നെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 9ാം സ്ഥാനം റസ്മി തന്നെയാണ്. അപ്പോൾ അഭിഷേകിനും അൻസിബയ്ക്കും 50-50 ചാൻസാണ് ഉള്ളത്. അഭിഷേക് കയറി വരാം, താഴെ വരാം. അതാണ് അഭിഷേക് നേരത്തെ കയറി വന്ന ആളായത്. ഇപ്പോൾ അഭിഷേക് പെട്ടെന്ന് താഴെ വന്നിട്ടുണ്ട്. അപ്സരയും അഭിഷേക് വ്യത്യാസമില്ല, അപ്സര മേലെയും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വോട്ടിംഗ് അപ്ഡേറ്റിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തവർക്കും അടുത്ത വോട്ടിംഗ് അപ്ഡേറ്റ് വരുന്നതാണ്.